ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ജനറൽ നോളജിലുള്ള കുറച്ച് ബേസിക് കാറ്റഗറീസ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ ബേസിക്കലി 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും ഓരോ പാർട്ടിൽ ഇടുക. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ പാർക്ക് അവന്യൂ ന്യൂ ഓക്ക് വേർഡ് ഈസ് ദ വേർഡ്സ്. അതായത് ഈ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ എന്ന് പറയുന്നത് പാർക്ക് അവന്യൂ ന്യൂയോർക്കിലെ വേൾഡിലെ എന്താണ്? അതായത് ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണോ, ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണോ, ലോങ്ങസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണോ, നൺ ഓഫ് ദ ബോ. സോ ബേസിക്കലി സെൻട്രൽ ടെർമിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഓർക്കാം. ഒന്നെങ്കിൽ എയർപോർട്ട് ആകാം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ആകാം. സോ ഓപ്ഷനിലെല്ലാം റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടും നമുക്ക് ബേസിക്കലി റെയിൽവേ സ്റ്റേഷൻ ആണ് എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലേ? പക്ഷേ നൺ ഓഫ് ദ എബോവിൽ എയർപോർട്ട് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അത് എയർപോർട്ട് ആയിക്കൂടെ, അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻ ആയിക്കൂടെ ചിന്തിക്കാം. സോ ബേസിക്കലി ഇവിടെ ലാർജസ്റ്റും ഹയസ്റ്റും ലോങ്ങസ്റ്റും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നൺ ഓഫ് ദ എബോ അങ്ങ് മൂവ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ആണോ, ഹയസ്റ്റ് ആണോ, ലോങ്ങസ്റ്റ് ആണോ? എന്നാൽ ഉത്തരം കേട്ടോളൂ, ഉത്തരം ലാർജസ്റ്റ് ആണ് കേട്ടോ. അത് നമ്മുടെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ ഇൻ ന്യൂയോർക്ക് സിറ്റി USA എന്ന് പറയുന്നത് മോസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൂടെയാണ്. അതായത് ഏകദേശം 7,50,000 പാസഞ്ചേഴ്സാണ് ഒരു ദിവസം തന്നെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. 44 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം കൗണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആണ് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ്, എൻഡമോളജി ഈസ് ദ സയൻസ് ദാറ്റ് സ്റ്റഡി. എൻഡമോളജി ആണ് കേട്ടോ. സോ അവിടെ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്, ഇൻസെക്ട്, ദ ഒറിജിൻ ഓഫ് ഹിസ്റ്ററി ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ടേം ആൻഡ് ദ ഫോർമേഷൻ ഓഫ് റോക്ക്. സോ എൻഡമോളജി എന്ന് പറയുമ്പോൾ ബേസിക്കലി ബ്രാഞ്ച് ഓഫ് സുവോളജി ആണ് കേട്ടോ. സോ കൺസേൺ വിത്ത് സ്റ്റഡി ഓഫ് ഇൻസെക്ട്, ഇൻസെക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്, എൻഡമോളജിയിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എറിട്ര വിച്ച് ബിക്കം 182nd മെമ്പർ ഓഫ് ദ UN in 1993 ഇൻ വിച്ച് കോണ്ടിനെന്റ് ഓഫ്. സോ ബേസിക്കലി എറിട്ര എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കരുത്. സോ എറിട്ര എന്ന് പറയുന്നത് ഒരു പൂവറസ്റ്റ്, എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ പൂവറസ്റ്റ് ആയിട്ടുള്ളതും അഗ്രികൾച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആഫ്രിക്കയിലെ ഒരു പൂവറസ്റ്റ് നേഷനാണ്. സോ ഓപ്ഷൻ എന്താണ്? ആഫ്രിക്കയാണ് കേട്ടോ ഉത്തരം വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാംപാനി സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ്. ഗ്രാംപാനി സാങ്ച്വറി എവിടെയാണ് ഉള്ളത് എന്നാണ്. സോ ഉത്തരം വരുന്നത് ദിപൂർ ആസാമാണ് കേട്ടോ. ദിപൂർ ആസാമിലാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസിപ്ലിൻസ് ഇൻ നോബൽ പ്രൈസ് അവാർഡഡ്. സോ ബേസിക്കലി ഇതിൽ ഏത് ഡിസിപ്ലിനിലാണ് നോബൽ പ്രൈസുകൾ കൊടുക്കാറുള്ളത് എന്നുള്ളതാണ്. സോ ഉത്തരം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, സൈക്കോളജി ഓർ മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ് ആൻഡ് എക്കണോമിക്സ് ആൻഡ് ഓൾ ഓഫ് ദ അബോവ്. സോ ബേസിക്കലി ഇത് എല്ലാത്തിലും നമ്മൾ നോബൽ പ്രൈസ് കിട്ടുന്ന കേട്ടിട്ടുണ്ട്. സോ ഓപ്ഷൻ ഓൾ ഓഫ് ദി അബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിറ്റ്ലർ പാർട്ടി വിച്ച് കെയിംസ് ഇൻ ടു പവർ ഇൻ 1933 ആണ്. സോ ഹിറ്റ്ലറിന്റെ ഈ പാർട്ടിനെ പറയുന്ന പേര്. സോ ബേസിക്കലി എല്ലാവർക്കും അറിയായിരിക്കും, നാസി പാർട്ടി എന്നാണ് അവരെ പറയപ്പെടുന്നത്, ഹിറ്റ്ലറിന്റെ പാർട്ടീനെ. സോ ഒഫീഷ്യലി നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുമായിരുന്നു. സോ ജർമ്മനിലൊക്കെ ഒരു ആക്റ്റീവായിട്ട് 1920കളിലും 45ലും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് വന്നിരുന്ന ഒരു പാർട്ടിയാണ്. സോ അത് മാത്രമല്ല, ഈ നാസി പാർട്ടിക്ക് ഒരുപാട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ, പവർ, മിലിറ്ററിസം, അല്ലെങ്കിൽ റേഷ്യൽ പ്യൂരിറ്റി ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ജൂയിഷിനൊക്കെ കൊല്ലുക, പിന്നെ ആര്യൻ റേസിനെയൊക്കെ കൊല്ലുക എന്നുള്ളൊരു അത് പ്യൂരിറ്റി, റേഷ്യൽ പ്യൂരിറ്റി ഇല്ലേ, അതിനോട് അഗെയിൻസ്റ്റൊക്കെ അവർ ഇച്ചിരി ഒരു പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് FFC സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് FFC? സോ ബേസിക്കലി ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ് FFC എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, ഫാസ്റ്റസ്റ്റ് ഷോർട്ട് ഹാൻഡ് റൈറ്റർ വാസ്. സോ ഏറ്റവും ഷോർട്ട് ഹാൻഡ് റൈറ്ററിൽ ഫാസ്റ്റസ്റ്റ് ആരായിരുന്നു എന്നുള്ളതാണ്. ഷോർട്ട് ഹാൻഡ് റൈറ്ററിൽ ഫാസ്റ്റ് ആരെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡോക്ടർ GD ബിസ്റ്റ് ആണ് കേട്ടോ. GD ബിസ്റ്റ് ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ്, എപ്സോം, ഇംഗ്ലണ്ട് ഈസ് ദ പ്ലേസ് അസോസിയേറ്റ് വിത്ത്. സോ എപ്സോം അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഏത് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഹോഴ്സ് റേസിംഗ് ആണ് കേട്ടോ. അവർ കൂടുതൽ ഈ കുതിര സവാരി അല്ലെങ്കിൽ കുതിരയുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ഒക്കെ അവർക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഹ്യൂമൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ കണ്ടക്ടഡ് ബൈ ഡോക്ടർ ക്രിസ്റ്റിയാൻ ഓൺ ലൂയിസ് വാൻസ്കി. സോ ലൂയിസ് വാൻസ്കിയിൽ ഡോക്ടർ ക്രിസ്റ്റിയാൻ ബർണാഡ് ചെയ്ത ഓപ്പറേഷൻ ഏത് വർഷമാണ്? അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുടെ പേരെന്താണ്? ഡോക്ടർ ക്രിസ്റ്റിയാൻ എന്നാണ്. ആൻഡ് ആർക്കാണ്? ലൂയിസിനാണ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കുക. ചെയ്ത വർഷം 1967 ചെയ്തത്. 21 ഡിസംബറിലാണ് കേട്ടോ ആ സമയം ചെയ്തത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ
ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ് എന്നുള്ളതും കൂടെ ആലോചിക്കുക. ആൻഡ് വോൺസ്കി ഡൈഡ് ഓഫ് ഡബിൾ ന്യൂമോണിയ 18 days ആഫ്റ്റർ ദ ട്രാൻസ്പ്ലാന്റ് ബിക്കം ഓഫ് എ വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അതിനുശേഷം 18 ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരൻ മരിച്ചു കേട്ടോ. ഡബിൾ ന്യൂമോണിയ വരികയും അങ്ങനെ ഫർദർലി മരിച്ചു പോവുകയും ചെയ്തു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുക. ഇതൊക്കെ നമ്മൾ ഓരോരോ ബേസിക്സ് ആയിട്ട് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും. സോ അതനുസരിച്ച് നമുക്ക് 10 വെച്ച് പഠിച്ചു പോകാം കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.